നിസ്കാരം നടക്കാൻ ഇമാം റുകൂഇലേക്ക് പോയാൽ നിസ്കാരത്തിൽ മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക അസ്സലാഹ്, റുകൂഅ് കിട്ടിയാൽ ആ റക്അത്ത് കിട്ടിയെന്നാണ്. അപ്പോ റുകൂഅ് കിട്ടാൻ വേണ്ടി ഒരു ഓട്ടമുണ്ട്. ജുമുഅക്ക് ചിലപ്പോൾ അങ്ങനെ ഓടുന്നുണ്ട്. രണ്ടാമത്തെ റക്അത്തിലെ ജുമുഅയുടെ രണ്ടാമത്തെ റക്അത്തിലെ റുകൂഇൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചേരും വേണം ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി വരും. അങ്ങനെ ജുമുഅ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരു റക്അത്ത് കഴിഞ്ഞു രണ്ടാമത്തെ റക്അത്തിന്റെ റുകൂഇൽ നിൽക്കുമ്പോഴെങ്കിലും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഇമാമിന്റെ റുകൂഇൽ എത്തണം. നിങ്ങൾ പോകലും ഇമാമ് പൊന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ, പക്ഷേ 4 റക്അത്ത് നിസ്കരിക്കണം. അല്ലെ റുകൂഅ് കിട്ടിയാൽ ഒരു റക്അത്ത് കിട്ടി, പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി, 2 റക്അത്ത് ജുമുഅ കിട്ടും. അല്ലെങ്കിൽ ളുഹ്ർ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അതിനിച്ചിരി ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും. സാധാരണ നിസ്കാരം നടക്കുകയാണ്, നിങ്ങൾ നേരം വൈകി വരികയാണ്, എന്ത് ചെയ്യണ്ട, ഓടിക്കയറരുത്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ തൈതുമുസ്സലാ, നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഫലാ തഅതൂഹാ വഅൻതും തസ്ഊൻ, ഓടിയിട്ട് വരരുതേ, ഓടി വരരുത്. നിസ്കാരത്തിൽ വരുമ്പോ ഇമാമിന് പോലും നിസ്വാര തശ്വീഷാവും. എന്തേ സംഭവം? ചില പടപടാച്ചിട്ട് ഓടി വരും, ഇമാമിന് സിഗ്നൽ കൊടുക്കുക, ഇമാമേ പൊന്തല്ലേ ഞാൻ വരുന്നത്. അതൊന്നും ചെയ്യണ്ട, ഇമാം പൊന്തിക്കോട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് ഫമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക. വമാ ഫാതകും ഫഅതിമ്മു, അവിടെ നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. സലാം വീട്ടി കഴിഞ്ഞാൽ എണീറ്റ് നിസ്കരിക്കണം, ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓടിക്കയറി വരരുത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു വരണം. അത് അള്ളാഹുവിനതാണ് ഇഷ്ടമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.